അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. ബാക്കി ഫാമിലിയൊക്കെ കേരളത്തില് മറ്റേ വേറെ സ്ഥലത്താ. അമ്മയുടെ അച്ഛനും സ്ഥലത്ത് ഇടുക്കിയിൽ. അപ്പൊ അവരൊക്കെ അവിടെയാ ഫാമിലി എല്ലാവരും. അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ എല്ലാവരും ഇടുക്കിയിലും കുമളിയിലും പോവാറുണ്ടോ? അങ്ങോട്ടൊക്കെ പോവാറുണ്ടോ? പോരൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്താന്ന് വെച്ചാൽ സമയം കിട്ടൂല എനിക്ക്. അങ്ങനെയൊക്കെ പോയിട്ട് പിന്നെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ കൂടെ ഉണ്ട്. പിന്നെ അങ്ങനെ നടക്കുന്നു. പുറത്ത് എപ്പോഴും പോകണം. ഇനി ഓണം വരാൻ പോവാ September 15. അപ്പൊ അങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കണം. എന്ത് ചെയ്യണം എന്നൊക്കെ അന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് മൊത്തത്തില്. ഇങ്ങനെ കാണുന്നവരൊക്കെ മോനെ കൊണ്ട് ഇപ്പൊ ഞാൻ ചേട്ടൻ പാടിപ്പിച്ചില്ല. ഇപ്പൊ 3 പാട്ട് 4 പാട്ടം കണ്ട് ചേട്ടൻ പാടിപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും പാടിപ്പിക്കും മോന് ദേഷ്യം വരാറുണ്ടോ? എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിടൂ എന്ന് തോന്നാറുണ്ടോ? ഇല്ല, എന്ത് പാട്ട് വേണമെങ്കിലും പാടാം. പക്ഷെ ലിറിക്സ് അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഏത് പാട്ട് അറിയാമോ ആ പാട്ട് പഠിക്കാൻ എനിക്ക് ദേഷ്യമൊന്നുമില്ല. അത്ര ഒന്നുമില്ല. ഞാൻ ആര് പറഞ്ഞാലും പാടി കൊടുക്കും അല്ലെ? ഈ ലിറിക്സ് ഒക്കെ നേരത്തെ ഹിന്ദി പാട്ടിന്റെ ലിറിക്സ് ഒക്കെ എങ്ങനെയാണ് പഠിച്ചത്? പഠിക്കാൻ ഒരു 2 ദിവസം കിട്ടും. അതിന് തന്നെ രാത്രി കിടക്കത്തുമില്ല. രാത്രി അങ്ങനെ പഠിപ്പിച്ച് 10 മണിയാവും. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കിടക്കുമ്പോ ഒരു ഉറക്കമൊക്കെ വരും. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് വേണം ഉറങ്ങാൻ. അങ്ങനെ ഉറങ്ങുക. അപ്പൊ രാവിലത്തേക്ക് അത് വൈഹാട്ടാവും. അപ്പൊ അങ്ങനെ പാടിയിട്ട് കരോക്കെ കൂടെ പിന്നെ പോകും. അങ്ങനെ കരോക്കെ കൂടിയിട്ട് വീണ്ടും കരോക്കെ പോകും. അങ്ങനെ പാടി പിന്നെ ഇതായി ബാൻഡിലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷൂട്ടിൽ പാടി. ഈ ഫൈനൽ ടൈമില് സ്റ്റേജിലേക്ക് കയറി നിൽക്കുമ്പോ പേടി ഉണ്ടാവൂലേ? സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും ഞാൻ ഫൈനലിൽ ജയിക്കുമെന്ന് അറിഞ്ഞില്ല. അതൊക്കെ ഞാൻ വിട്ടപ്പം ഞാൻ പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ പോവാം. അങ്ങനെ ഒരു ഇതിൽ ഓക്കെ. ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ പാട്ട് പാടാൻ വന്നു കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രയോറിറ്റി. വേറെ ഒന്നിനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? അങ്ങനെ ആ ഒരു ഇതിൽ വന്ന് പാട്ട് പാടി എന്റെ ആ പാട്ട് അടിപൊളിയാക്കും ആ സമയത്ത്. ഇനി വേറെ സംഭവം, ഈ ഞാൻ കേട്ടത് ഓഡിയൻസ് പോളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയതും വോട്ട് കിട്ടിയതും മോന ആവിർഭവനാണ്. അപ്പൊ ഇവിടെ കേരളത്തിലല്ലാണ്ട് മുംബൈയിലൊക്കെ പോയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര്, അത് മലയാളികളൊന്നും അല്ല, വേറെ നാട്ടിലെ ആൾക്കാരൊക്കെ വന്ന് അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു. ഇപ്പൊ കൊറേ പേര് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പോന്നപ്പം കൊറേ ഇത് വരുന്നുണ്ടായിരുന്നു. കൊറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്ക്. മറ്റേ ക്യാൻസർ ആയിരുന്നു അപ്പോൾ ആ സാറിന്. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് കുറേ സന്തോഷമായി. സാറ് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. സാറ് വയ്യാതിരുന്നപ്പോൾ പെയിനൊക്കെ ആയപ്പോൾ കുറേ നേരം പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. പുള്ളി സന്തോഷമായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു നല്ലൊരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആയിട്ടിരിക്കുക. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ആ വാക്കുകളാണ് മോന് കിട്ടിയ അവാർഡിനേക്കാളും ഏറ്റവും മികച്ച അവാർഡ്. ഹാറ്റ്സ് ഓഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മൊത്തത്തിൽ 8 മെഡൽ കിട്ടിയിട്ടുണ്ടാ അവിടുന്ന് മുംബൈന്ന്. അപ്പൊ 8 മെഡല് പിന്നെ ഒരു ട്രോഫി. പിന്നെ അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവിടുന്ന് ഹർഷ് ഭയ്യയുടെ ഒരു